വേണ്ട, അവിടെ ഇരുന്നോ. ഇങ്ങനെയൊക്കെയുള്ള സമയത്തെ ആര് വന്നാലും എഴുന്നേക്കാൻ പാടില്ല. കലാകാരന്റെ അടുത്ത് ആ നേരത്തെ ദൈവം ഉണ്ടാകും. പുറത്തുനിന്ന് ഒരാള് വന്ന ആ നിമിഷം ദൈവം അപ്രത്യക്ഷനാകും. ഇതൊന്നും എന്റെ കണ്ടുപിടുത്തങ്ങളല്ല കേട്ടോ. എന്റെ മുത്തശ്ശനെ നന്നായിട്ട് കവിത എഴുതുന്ന ആളായിരുന്നു. ചെമ്പകശ്ശേരി KC ഉണ്ണിത്താൻ. അദ്ദേഹം ഇങ്ങനെ കൊച്ചുനാളിൽ ഞങ്ങളെ പിടിച്ച് മടിയിലെടുത്ത് ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു തരും. അന്ന് TV മറ്റൊന്നും ഇല്ലല്ലോ. ആകെ ഉള്ളത് ഇതേപോലെ കുറെ രസങ്ങളാ. അല്ല, മൂക്ക് പടം വരയ്ക്കാനൊക്കെ അറിയായിരുന്നോ? എവിടെ നോക്കട്ടെ? ഏയ് വേണ്ട മുത്തശ്ശി. എന്നാലും ഒന്ന് നോക്കട്ടെന്നേ. നന്നായിട്ടുണ്ടാവില്ല. ആര് പറഞ്ഞു നന്നായിട്ടില്ലെന്ന്? അതിഗംഭീരമായിട്ടുണ്ടല്ലോ. ആദ്യക്കുട്ടിനെ നേരിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. മോള് പടം വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടില്ല? പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റിയേ? ഊണിലും ഉറക്കത്തിലും ഒക്കെ അവൻ മനസ്സിലുള്ളതുകൊണ്ട് വെറുതെ പകർത്തി വെച്ചാൽ മതിയായിരുന്നല്ലേ? എന്തായാലും മുത്തച്ഛിക്ക് സന്തോഷമായി. നിന്റെ മനസ്സിലുള്ളത് നീ പകർത്തി വെച്ചപ്പോ എന്റെ ആദിമോന്റെ തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് എനിക്ക് വീണ്ടും ബോധ്യപ്പെടുക. ഇപ്പൊ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന മുത്തശ്ശി ഞാനായിരിക്കും മോളെ. ഈ പടം ഞാൻ എടുക്കുക. അയ്യോ വേണ്ട മുത്തശ്ശി, ഇത് പുറത്താരും കാണണ്ട. അതെന്താ കണ്ട? ഒരു കലാരൂപം മറ്റുള്ളവർ കാണുമ്പോഴല്ലേ അതിനൊരർത്ഥം ഉണ്ടാകുന്നേ. താൻ വരച്ചത് മറ്റാരും കാണരുതെന്ന് രാജാ രവിവർമ്മ വാശി പിടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? എന്നാലും ഒരെന്നാലും ഇല്ല. തെളിഞ്ഞ മനസ്സോടെ മോൾ ഈ പടം മുത്തശ്ശിയുടെ കയ്യിൽ വെച്ച് തരൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം എന്നും എന്റെ കുട്ടിക്കുണ്ടാവും. മോളൊരു വലിയ ചിത്രകാരിയായി മാറാൻ മുത്തശ്ശി പ്രാർത്ഥിക്കാം. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ആ ചേച്ചി മുത്തശ്ശി വിളിച്ചില്ലേ? വിളിച്ചു മോളെ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ദേ വരുന്നു ആമിക്കുട്ടിയുടെ മുത്തശ്ശി. നിങ്ങളെല്ലാരും എന്നെ കാത്തിരിക്കായിരുന്നോ? എന്നാ പിന്നെ കഴിച്ചു തുടങ്ങായിരുന്നില്ലേ? അതല്ലല്ലോ മുത്തശ്ശി ഇവിടുത്തെ പതിവ്. നമ്മളെല്ലാരും ഒന്നിച്ചിരുന്നല്ലേ കഴിക്കാറ്. ആ പതിവാണ് ഈ വീടിന്റെ താളവും സന്തോഷവും. എന്റെ കാലം കഴിഞ്ഞാലും നിർബന്ധമായും നിങ്ങളിത് പാലിക്കണം. അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്നാലും എനിക്ക് സമാധാനം കിട്ടില്ല. ആദിക്കുട്ടാ, പൂജ മോളെ ഇങ്ങോട്ട് വരൂ. ഏതായാലും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഇത്രയും നേരം കാത്തിരുന്നതല്ലേ. പകരം ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരും. സമ്മാനോ? എന്ത് സമ്മാനം മുത്തശ്ശി? നോക്കിക്കേ, ഈ പടത്തിൽ കാണുന്ന ആളിനെ നിങ്ങൾ അറിയുമോന്ന്? കൊള്ളാലോ. ഇത് മുത്തശ്ശി ആരെ കൊണ്ട് വരപ്പിച്ചതാ? ഞാൻ വരപ്പിച്ചതൊന്നുമല്ല. ഒരാള് വരച്ചോണ്ടിരുന്നപ്പം ഞാൻ പോയി പിടിച്ചു പറിച്ചതാ. അതാരാ മുത്തശ്ശി? ഞങ്ങൾ അറിയാത്ത അങ്ങനൊരു വലിയ കലാകാരൻ. കലാകാരനല്ല, കലാകാരിയാ. നമ്മുടെ പൂജമോള്. എന്റെ അമ്മേ, ഞാൻ എന്തേ കേക്കുന്നേ? പൂജ പടം വരയ്ക്കുവോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. ഇതങ്ങനെ വെറുതെ ഒന്നും അല്ലല്ലോ. വളരെ കാര്യമായിട്ട് തന്നെ വരച്ചാണല്ലോ. നന്നായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇവനെ നേരി കാണുന്ന എല്ലാ വൃത്തികേടുകളും മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അളിയോ അല്ലടാ. പൂജ പൂജ പടം വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. ഞാനും അത് ചോദിച്ചതാ. ഇല്ലെന്നീ കുട്ടി പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചവര് പോലെ ഇത്ര ഭംഗിയായിട്ട് വരയ്ക്കൂല. ഇവന് വാർത്തെടുത്ത പോലെയല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്. അതല്ല ഞാനും പറഞ്ഞേ. ഈ പണിക്കുറ്റൊക്കെ മാറ്റി പൂജ ഇവനെ സുന്ദരനാക്കിയിട്ടുണ്ട്. ഒന്ന് പോലെ. അല്ല, അതാണല്ലോ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ചെയ്യേണ്ടത്. എന്ത് പടം വരയ്ക്കുന്നതോ? പടം വരയ്ക്കാം. അത് കടലാസിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായാലും മതി. ഓ,
നമുക്കങ്ങനെ ആളുകളെ കയ്യിലെടുക്കുന്ന കുതന്ത്രമൊന്നും അറിയില്ലേ? ഈ പറഞ്ഞതിന്റെ പേരാണ് അസൂയ. എന്റെ ആമി, നിന്റെ നാത്തൂന് ഇത്രയും കഴിവുണ്ടെന്ന് തിരിച്ചറിയുമ്പോ അവളെ അഭിനന്ദിക്കല്ലേ വേണ്ടത്, അല്ലാതെ നിരുത്സാഹപ്പെടുത്തുകയാണോ വേണ്ടേ? അയ്യോടാ, ഞാൻ ഉള്ളത് പറഞ്ഞപ്പോ അതെങ്ങനെ നിരുത്സാഹപ്പെടുത്തലാവുന്നേ? അതിന് അഭിപ്രായം പറയേണ്ടത് ഇവളല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കലയെ പറ്റി ഇവക്കെന്തറിയാം? അല്ല, അഭിപ്രായം പറയേണ്ടത് ആദ്യമല്ലേ? അവനല്ലേ ഈ കഥയിലെ നായകൻ, അല്ലടാ? എടാ, ഏതായാലും നീ ഭാഗ്യവാനടാ. ദേ, നായിക വരച്ച ഹൃദയ ചിത്രത്തിൽ നായകൻ നീ തന്നെയല്ലേ? കടലാസിൽ വരയ്ക്കുന്ന പടത്തിൽ എന്തായാലും എന്താ? ആമി, മതി, നിർത്തിക്കേ. ഇങ്ങ് തരൂ. എടാ ആദിക്കുട്ട, നീ പറ, എങ്ങനെയുണ്ട് നിന്റെ ഭാര്യ വരച്ച നിന്റെ ചിത്രം? കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ല, അത്രേ ഉള്ളോ? വളരെ നന്നായിട്ടുണ്ട്. ആ, അങ്ങനെ പറ. പൂജ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ചിത്രകല പഠിക്കണം. പൂജയ്ക്ക് നല്ല വാസനയുണ്ട്. അത് വല്ല കൂതറ സ്പ്രേ പഠിച്ചതായിരിക്കും. നീ വല്ലതും പറഞ്ഞായിരുന്നോടി? പറഞ്ഞു, പടം നല്ല അസലായിട്ടുണ്ടെന്ന്. ആ പൂജയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ ഒരു ഫ്രണ്ട് പാർത്ഥസാരഥി വർമ്മയുണ്ട്. രാജാ രവിവർമ്മയുടെ ബന്ധുവാ. നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റാ. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ വിടാം. അയ്യോ, എനിക്കങ്ങനെ പഠിക്കാനുള്ള അത്ര കഴിവൊന്നുമില്ല. അങ്ങനെ മോള് തീരുമാനിച്ചാ മതിയോ? കാണുന്ന ഞങ്ങളല്ലേ പറയേണ്ടത് കഴിവുണ്ടോ ഇല്ലയോ എന്ന്. അതെ അതെ, പൂജ പഠിക്കണം. ഏതായാലും ഞാൻ ടൗണിൽ കോച്ചിങ്ങിന് പോകണ്ടല്ലോ. ദത്തയുടെ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. അയ്യോ, ഏതായാലും ഇപ്പൊ വേണ്ട, ഡെലിവറി കഴിയട്ടെ. ആ ശരി, അതൊക്കെ പൂജ മോളുടെ ഇഷ്ടം. ഏതായാലും ഇങ്ങനെയൊരു കഴിവുള്ള സ്ഥിതിക്ക് അത് നശിപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല. വർമ്മയെങ്കിൽ വർമ്മ, കൊള്ളാവുന്ന ഒരാളെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് മോൾ ഈ വിദ്യ പഠിച്ചേ പറ്റൂ. അങ്ങനെ പഠിക്കാനായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ പഠിക്കണമായിരുന്നു. ഇവിടെ എന്റെ കാര്യത്തിലൊന്നും ആർക്കും ഈ ശുഷ്കാന്തി കണ്ടിട്ടില്ല. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഗോമതി പറഞ്ഞു തരുന്നില്ലേ ആമി? എന്ത് അടുക്കള പണിയോ? എംഎയും ബിഎഡും കഴിഞ്ഞ എന്റെ ഭാവിയെ പറ്റി ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്തോണ്ടാണോ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? നീ ബിഎഡ് കഴിഞ്ഞിറങ്ങിയപ്പോ ആ രവീന്ദ്രൻ ഉണ്ണിത്താൻ സാർ പറഞ്ഞതല്ലേ 10-15 ലക്ഷം കൊടുത്ത NSS-ലെങ്ങാനും ജോലി വാങ്ങിച്ചു തരാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? പിള്ളേരോട് വായിട്ടലയ്ക്കാൻ എനിക്ക് വയ്യെന്ന്. ഇപ്പൊ നീ അനുഭവിച്ചോ? അടുക്കള പണിയൊക്കെ ചെയ്ത് മോള് സുഖമായിട്ടങ്ങ് ജീവിച്ചോ? നീ നിന്റെ ജീവിതം കൊണ്ട് കളഞ്ഞതിനെ മറ്റുള്ളവരെ പഴിക്കാൻ നിൽക്കരുത്. എടി, കഴിക്കുന്നില്ലേ നീ? വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. അല്ലെങ്കിൽ ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഇല്ലല്ലോ. ആമി മോളെ, നീ വന്ന് ആഹാരം കഴിച്ചിട്ട് പോ. നിന്നെ ഓർത്തല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തായി പറയുന്നേ. മോളെ വല്ലതും വന്ന് കഴിക്കേ. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്ന് കഴിക്കാം. ഓ മതി, ആര് പറഞ്ഞിട്ടാണെങ്കിലും നീ ഒന്ന് കഴിച്ചു കണ്ടാ മതി. അതെ, നിങ്ങൾ എന്റെ മുത്തശ്ശിയാണോ എന്റെ അമ്മായിയമ്മയാണോ എന്നാ ഇപ്പൊ എന്റെ സംശയം. അതൊക്കെ നിന്റെ സൗകര്യം പോലെ ചിന്തിച്ചോ. ഉള്ളത് പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അത് നമ്മൾ സ്വയം കണ്ടെത്തി വളർത്തുന്നതാണ് മിടുക്ക്. അങ്ങനെയുള്ളവർ മാത്രമേ ഇന്നുവരെ ജീവിത വിജയം നേടിയിട്ടുള്ളൂ, കേട്ടോ?